റഷ്യയിൽ ഭീകരാക്രമണം ഒരു പതിവ് രീതിയിലോട്ട് പോകുന്നു. ഇന്നലെ സൺഡേ ആയിരുന്നു, ഞായറാഴ്ച രണ്ടോളം ഓർത്തഡോക്സ് പള്ളികളിൽ ഡജസ്താൻ, അതായത് റഷ്യയുടെ ഈസ്റ്റേൺ പ്രവിശ്യയാണ്, ചെച്ചനിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗം, മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്, ഒരു സ്റ്റേറ്റാണ്. അവിടെയാണ് ആക്രമണമുണ്ടായത്. 15ഓളം പേര്, അതായത് കഴിഞ്ഞ സൺഡേയുടെ, ഇന്നലെ ഉണ്ടായ സൺഡേയുടെ പ്രത്യേകത, അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ്. അതായത് പെൻഡക്കോസ്റ്റ് സെലിബ്രേഷൻ എന്നാണ് ഈ ഓർത്തഡോക്സ് പള്ളിയിലെ ഇന്നലെ നടന്ന സെലിബ്രേഷൻ്റെ പേര്. അപ്പോൾ നടക്കുന്ന സമയത്താണ് ഭീകരാക്രമണം രണ്ടോളം പള്ളികളിൽ ഉണ്ടായേക്കുന്നത്. 15 പേരെയാണ് വെടിവെച്ച് കൊന്നത്. അതിനകത്ത് പല കുട്ടികളും ശരിക്കും ഇഞ്ചുവേർഡ് ആയിട്ടുണ്ട്. ആ കുട്ടികൾ വേറെ മുറിയിലോട്ട് ഓടിക്കയറി അവിടെയും ഫയർ ചെയ്തു. അതിനുശേഷം ആ കുർബാന നയിച്ചു കൊണ്ടിരുന്ന പാതിരിയെ ക്രൂരമായിട്ട് തലയറുത്ത് കൊന്നു എന്നാണ് പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തേക്കുന്ന റഷ്യൻ മീഡിയയും അമേരിക്കൻ മീഡിയയൊക്കെ പറയുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിലാണ് ഈ സൺഡേയിൽ നടന്ന ഈ അറ്റാക്ക്. അതിന് തൊട്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് മാറി ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ സിനഗോഗിലും അറ്റാക്ക് നടന്നു. അവിടെയും ആൾക്കാർ കൊല്ലപ്പെട്ടു. പക്ഷേ അവിടെ പ്രെയർ തുടങ്ങുന്നതിന് മുമ്പെയാണ് അറ്റാക്ക് നടന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്, അവർ അതിനകത്തുള്ള ജിഹാദി ഗ്രൂപ്പാണ്, ISIS ഗ്രൂപ്പാണ് എന്ന് റിപ്പോർട്ടിൽ റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത കാലത്ത് റഷ്യയിൽ നടന്ന ഈ അറ്റാക്കുകളെ പറ്റി നോക്കാം. കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് മോസ്കോയ്ക്കടുത്ത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്, ഒരു കോൺസേർട്ട് നടക്കുമ്പോൾ ഇതേപോലെയുള്ള ടെറർ ഗ്രൂപ്പ് അതിനകത്ത് കയറിയിട്ട് 133 പേര് ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനാദ്യം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഉക്രൈനാണ് പിറകിൽ, വെസ്റ്റേൺ ഏജൻസിയാണ് പിറകിൽ. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ അവരൊന്നുമല്ല, ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഇതേപോലെ തന്നെ ഈ ഡജസ്ഥാനിൽ നിന്നുള്ള ഗ്രൂപ്പ് തന്നെയാണ്, ഇതേപോലെ ഇസ്ലാമിക് ഗ്രൂപ്പ്, ടെറർ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെയും അറ്റാക്ക് നടത്തിയത്. പിന്നീട് ആലോചിക്കുക, ഏകദേശം 2.5 മാസം മുമ്പ് ഡജസ്ഥാൻ എയർപോർട്ടിലേക്ക് ടെല്ലവീവ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റ്, അപ്പോൾ അതിനകത്ത് ജൂയിഷ് കമ്മ്യൂണിറ്റിയുള്ള, റഷ്യയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുക, എയർപോർട്ട് സ്റ്റോം ചെയ്തു. ഏകദേശം 100ഓളം പേര് അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നു. ഏകദേശം 20ഓളം പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആകുന്നു. ഇനി നമുക്ക് റഷ്യയെ പറ്റി ഒന്ന് നോക്കാം. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ അറ്റാക്കാണ് മ്യൂസിക് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നേക്കുന്നത്. അതിനുശേഷം ഏറ്റവും വലിയ അറ്റാക്കാണ് ഇന്നലെ ഞായറാഴ്ച പള്ളിയിൽ നടന്ന അറ്റാക്ക്. ഇപ്പോൾ റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിയും അവിടുത്തെ സെക്യൂരിറ്റി കമ്മിറ്റിയും ഇതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ട് പുടിൻ ഏതാണ്ടൊരു തീരുമാനം കൊടുത്തു കഴിഞ്ഞു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പള്ളിയിൽ പോകുന്നവരെ വരെ മോണിറ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് റഷ്യൻ ഗവൺമെൻറ് പുടിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക കമ്മ്യൂണിറ്റിക്കെതിരെ, അതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ചെയ്യുന്നൊരു ചെറിയ ഗ്രൂപ്പ്, പക്ഷേ ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്ന വലിയൊരു കമ്മ്യൂണിറ്റിക്കാണ്. ആ രീതിയിലോട്ട് പോവുകയാണ്. അതായത് റഷ്യയിലോട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയുടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാ മൂവ്മെൻറ്റുകളും വാച്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ കാരണമുണ്ട്, റഷ്യയിലെ അരക്ഷിതാവസ്ഥ രീതിയിലോട്ട് പോവുകയാണ്. അതായത് അവിടെ ഇപ്പോൾ ഡജസ്ഥാൻ എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിനെ പറ്റി നമ്മൾ വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്നത്, അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെങ്കിലും, അതായത് തൊട്ടപ്പുറത്ത് ചെച്ചനയാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്, ഇത് റഷ്യയിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള പ്രവിശ്യയാണ് ഈ ഡജസ്ഥാൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെച്ചനയുണ്ട്, അവിടെയും ദാരിദ്ര്യമാണ്. അത് പ്രത്യേക പഴയ സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഇതെല്ലാം പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസം കൊണ്ടുവരാൻ ശ്രമിച്ച് അതെല്ലാം ഫെയിലിയറായിട്ട് വീണ്ടും നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ എന്താണ് റഷ്യയിൽ ഇത്രമാത്രം ഈ ടെറർ അറ്റാക്ക് കൂടാനുണ്ടായ കാരണം? ഇതിനെപ്പറ്റി പല മാധ്യമങ്ങളും പല റിപ്പോർട്ടും ഒപ്പീനിയനും കമൻറ്റേറ്റേഴ്സും ഒക്കെ പറയാൻ തുടങ്ങി. അതായത് ഈ അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന പോലെ ഇത്രമാത്രം മതപരമായ പ്രശ്നങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. ഇതിലേക്ക് മദ്രസ എഡ്യൂക്കേഷനും മുസ്ലിം എഡ്യൂക്കേഷനും ഈ അവരുടെ ആ രീതിയിലോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നത്തിലോട്ട് ഇവർ പോകുന്നത്. കാരണം റഷ്യ നേരത്തെ കമ്മ്യൂണിസം അതിൻ്റെ പേരിൽ ഇവർക്കിതൊന്നും വായിക്കാനും മതപരമായ പുസ്തകങ്ങളും പരിപാടിയൊന്നും ഇല്ലായിരുന്നു.
അപ്പം അതിലേക്ക് ഇസ്ലാമിൻ്റെ തോട്ട്സും തിയോളജിയും എല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ഇസ്ലാമിനെ എതിർക്കുന്ന മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും, അതായത് മറ്റുള്ള എല്ലാ മതങ്ങളാണെങ്കിലും ജാതികളാണെങ്കിലും ഇവരുടെ ശത്രുക്കൾ എന്ന മനോഭാവത്തോടുണ്ടായി. ഇപ്പോൾ ജൂയിഷ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ മനസ്സിലാക്കാം ഗാസയുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നമാണെന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഓർത്തഡോക്സ് പള്ളിയെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ഇവരുമായിട്ട്, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി. പക്ഷേ ഇവർ പറയുന്ന തോട്ട്സും തിയറിയും അനുസരിച്ച്, അതായത് മുസ്ലിം അല്ലാത്ത അമുസ്ലിമുകളായ എല്ലാവരെയും കൊല്ലണം, അവരെ എതിർക്കണം, നശിപ്പിക്കണം എന്നുള്ള തിയോളജിയിലോട്ട് ഇവരും പഠിക്കാൻ തുടങ്ങി, റഷ്യയിലുള്ള മുസ്ലിങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ അറ്റാക്ക് ഉണ്ടായേക്കുന്നത്. ഇനി മനസ്സിലാക്കുക, ഇതേപോലുള്ള ഇസ്ലാമിക് രീതിയിലുള്ള അറ്റാക്കുകൾ യൂറോപ്പിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അതിനെ തടയുവാൻ വേണ്ടി പല ബാൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്രാൻസ് മദ്രസ ബാൻ ചെയ്തു, അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ വെയിൽ, പർദ്ദ, ഈ സാധനങ്ങളൊക്കെ ബാൻ ചെയ്തു. അസർബൈജാൻ, ഇസ്ലാമിക രാജ്യം, അവർ പോലും ബാൻ ചെയ്തു പലതും. ഇപ്പോൾ തജക്കിസ്ഥാൻ, അവരും ബുർക്കയും ഹിജാബും ബാൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്, അത് മനസ്സിലാക്കണം, ഇത് യൂറോപ്യൻ രാജ്യങ്ങളല്ല. ഇനി ഇവിടോട്ട്, അതായത് റഷ്യയിലോട്ട് ഇത് വന്നു കഴിയുമ്പം ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്, യൂറോപ്പിൽ, അപ്പോൾ ടർക്കി ഒഴികെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴികെ യൂറോപ്പിൽ ഇത് കംപ്ലീറ്റ് ബ്ലാങ്കറ്റ് ബാൻ ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ റഷ്യയിൽ ഇപ്പം തിങ്ങിയ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇത്രമാത്രം അറ്റാക്കാണ് ഉണ്ടായത്. ചിലപ്പോൾ റഷ്യയിൽ പുട്ടിൻ ചിലപ്പോൾ ഇസ്ലാം കയറി ബാൻ ചെയ്യും, കാരണം അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം എന്താണ് ചൈനയിലുണ്ടായത്. ചൈനയിൽ താടി വളർത്താൻ പറ്റത്തില്ല, ഹിജാബ് ഇടാൻ പറ്റത്തില്ല, ഈ പള്ളികളിൽ പോകാൻ പറ്റത്തില്ല, ഈ സംഭവങ്ങളാണ്. അതിൻ്റെ പേരിലാണ് അവരെ വലിയൊരു ഫുട്ബോൾ കോർട്ടിൽ, പല കോർട്ടുകളിൽ തടവിൽ താമസിപ്പിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു ചൈന. ചൈന തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് ഇതൊരു ഭീഷണിയാണ്. അതായത് ഈ മതവും, ഈ തീവ്രമായ മതത്തിൻ്റെ പേരിൽ ഭീഷണിയാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ അതിനെ മാറ്റുന്നു. ലോകത്ത് പല രാജ്യങ്ങളും ഹ്യൂമനിറ്റേറിയൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ചൈന അതിനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവർ പറഞ്ഞു അവർക്ക് ഈ രാജ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മതപരമായി അവർ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നാളെ ചൈനയുടെ നിലനിൽപ്പിനെ ബാധിക്കും, അതുകൊണ്ട് ഞങ്ങളിത് ബാൻ ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് ചൈന ഇസ്ലാം വിശ്വാസികളെ മുഴുവനും മാറ്റിയെടുക്കുന്നത്. ഇത് വലിയ പഴയ ചരിത്രമൊന്നുമല്ല, കഴിഞ്ഞ 3 വർഷത്തിനുണ്ടായ സംഭവമാണ് ചൈനയിലുണ്ടായത്. അതേപോലെ തന്നെ റഷ്യയിലും ചിലപ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇസ്ലാമും ചിലപ്പോൾ ഖുറാനും ഒരു ബ്ലാങ്കറ്റ് ബാൻ ചിലപ്പോൾ പുട്ടിന് എടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയോട് മുഴുവൻ ഇതിനെപ്പറ്റിയുള്ള ഗ്യാതറിങ്, മുഴുവൻ സാധനങ്ങളും എടുക്കാൻ പറയുന്നു. ആരൊക്കെയാണ് സ്ഥിരം പള്ളിയിൽ പോകുന്നത്, മദ്രസ എവിടൊക്കെയുണ്ട്, ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ഓഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിനെ ചിലപ്പം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെ ബാൻ ചെയ്യുമെന്ന് ഡച്ച് പുതിയ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറിയ ശേഷം പറഞ്ഞു ബാൻ ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ നിയന്ത്രണങ്ങളുണ്ടാകും. അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അത് കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ ആക്രമണമൊക്കെ നടത്തുമ്പോൾ ഈ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള ഇസ്ലാം വിശ്വാസികൾ ഈ ആക്രമണത്തെ പൂർണ്ണമായിട്ടും എതിർക്കണം. പേരിലല്ല എതിർക്കേണ്ടത്. കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ നമ്മളിത് ജീവിക്കുന്ന മോഡേൺ യുഗത്തിലാണ്. അതായത് ഒരു മതപുസ്തകം അനുസരിച്ച് നമ്മൾക്കിന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അത് സത്യമാണ് ആ സംഭവം. അതുകൊണ്ട് മോഡേൺ യുഗത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആരൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയെയാണ് മതപരമായിട്ട് പോലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഇസ്ലാം ഒഴികെ മറ്റുള്ള മതങ്ങൾ ഇവിടെ ഇല്ല, മറ്റുള്ള ഇഷ്യൂ എല്ലാം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമാണ് പരിഹരിക്കപ്പെടേണ്ടത്, ഇസ്ലാമിനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന നിലപാടൊക്കെ വന്നു കഴിയുമ്പോഴാണ് റഷ്യ ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങൾ ആക്ഷൻ എടുക്കുമ്പം ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എതിർക്കേണ്ടവനെ അപ്പോഴേ എതിർക്കണം. അതുതന്നെയാണ് റഷ്യയിലുണ്ടായ ആക്രമണവും പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ. റഷ്യയോട് ഒന്നും പറയാൻ പറ്റില്ല, അവരവരുടെ തീരുമാനമെടുക്കും. അത് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക് വിശ്വാസികളെയും ബാധിക്കും. അതാണ് പിന്നീടുണ്ടാകാൻ പോകുന്ന, ഓരോ ദിവസവും ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്.